ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗവാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് 19 വരെ ഗുരുഗൃഹം രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണമഹിമകളെ പറ്റിയാണ്. അതായത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ഗുരു ആഗസ്റ്റ് 19 വരെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണമഹിമകൾ ഓരോ കൂടുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരു ഇപ്പോൾ സഞ്ചരിക്കുന്നത് കാലപുരുഷൻ്റെ 2ാം ഭാവരാശിയിലാണ്. ആ 2ാം ഭാവരാശിയിലാണ് രോഹിണി നക്ഷത്രം വരുന്നത്. ആ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 4ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ്. അത് സുഖസ്ഥാനാധിപനാണ്. അപ്പം ധനഭാവത്തിൽ ആണ് രോഹിണി നക്ഷത്രം വരുന്നത്. അപ്പോൾ സുഖഭാവത്തിന് ശക്തി കൊടുത്തു പോകുന്ന ഒരു സഞ്ചാരമാണ് ഗുരു രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ ഈ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ധനസുഖത്തിനും അതുപോലെ കുടുംബത്തിലെ സുഖത്തിനും ഭൗതികമായിട്ടുള്ള മറ്റു നേട്ടങ്ങൾക്കും ആത്മീയ സുഖാനുഭവം ഉണ്ടാകുന്നതിനും മനസ്സുഖത്തിനും ഭാഗ്യ അനുഭവങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല വിദേശയാത്രകൾ, അതുപോലെ ഉന്നത പഠനം, ആത്മജ്ഞാനം ഇവയൊക്കെ തന്നെ ആ ഗുരു സ്വാധീനിക്കും എന്ന് തന്നെ പറയാം. ഇപ്പം ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ഭാവാധിപത്യം ഓരോ ജാതകത്തിലും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഓരോ കൂറുകാരെയും വ്യത്യസ്ത ലഗ്നക്കാരെയൊക്കെ വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഗുണമഹിമകളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ധനുക്കൂറുകാർ. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനാണ് ഗുരു. അതുപോലെ 4ാം ഭാവരാശ്യാധിപനുമാണ് ഗുരു. അപ്പോൾ ജന്മരാശ്യാധിപനും 4ാം ഭാവരാശ്യാധിപനുമായിട്ടുള്ള ഗുരു ഇപ്പോൾ 6 ആണ് സഞ്ചരിക്കുന്നത്. 6 സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ 6 രോഹിണി നക്ഷത്രത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 19 വരെ. ആ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ അഷ്ടമഭാവാധിപനും കൂടിയാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അഷ്ടമഭാവ സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും ഗുരു കൂടുതൽ ശക്തി കൊടുക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ പൊതുവെ നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൂടുന്ന സമയമാണ്. ഇപ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമായിരിക്കും ഈ സമയത്തുണ്ടാകുന്നത്. പെട്ടെന്നുള്ളൊരു മാറ്റം, ഒരു പരിവർത്തനം ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. അത് ചില നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യത ഇവയൊക്കെ കുറയാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇപ്പം ശത്രുക്കളുടെയൊക്കെ ശല്യമൊക്കെ പൊതുവേ കുറയും. മറ്റുള്ളവരെ സേവിക്കുന്നതിനൊക്കെ തയ്യാറാവുന്ന സമയമായിരിക്കും. ഈശ്വര ചിന്ത ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. തൊഴിലിടത്തെ ഭയമൊക്കെ മാറും. അതുപോലെ കാരണം അഷ്ടമഭാവാധിപൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ആ ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ആ തൊഴിൽ ഭയമൊക്കെ മാറും. ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ പ്രശ്നങ്ങൾ കുറയും. ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നതിനും അവയിലൊക്കെ ഒരു വിജയം കൈവരിക്കുന്നതിനും ഈ സമയത്ത് ഈ കൂറുകാർക്ക് കഴിയും. വർക്കിലും അതുപോലെ ഓക്കുപേഷൻ തലത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. പ്രായോഗിക പരിജ്ഞാനം ആർജിക്കുന്ന സമയമാണ്. അത് തൊഴിലിലൊക്കെ ശോഭിക്കുന്നതിന് വഴിതെളിക്കും. അതുപോലെ ജോയിൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകും. വീട്, വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങുന്നവർക്ക് ഒരു കെയർ വേണം. കാരണം 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 നിൽക്കുന്നു. മാത്രമല്ല 4 രാഹുവും കൂടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് അത്തരം ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു
കരുതൽ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. അതുപോലെ 4 രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ പ്രത്യേകിച്ച് ഒരു 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 തർക്ക സ്വഭാവമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. എങ്കിലും ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയാണ് ഈ ഗുരു സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഭിന്നതകളും ആ പ്രശ്നങ്ങളും ഒക്കെ കുറയ്ക്കുന്നതിനും കുടുംബത്തിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മകരക്കുറുകാരും മകര ലഗ്നക്കാരും, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അതുപോലെ തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അപ്പം ഈ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും 3ഉം 12ഉം ഭാവാധിപനാണ് ഗുരു. അങ്ങനെ 3ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 5ലാണ് നിൽക്കുന്നത്. ആ 5 രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ആഗസ്റ്റ് 19 വരെ ആ ഗുരു രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയായിരിക്കും. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ 7ാം ഭാവാധിപനാണ്. അപ്പം 7ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും, അതിന് നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. 7ാം ഭാവസംബന്ധമായ കാര്യങ്ങളെ ഗുരു ആക്ടിവേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക്, കൂട്ടു സംരംഭങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അവരുടെ ഹാബിറ്റ്സിൽ തന്നെ ഒരു മാറ്റം വരുന്ന സമയമാണ്. അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അക്കാഡമിക് തലത്തിൽ അവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവെ ആത്മീയ ചിന്തയൊക്കെ കൂടും. 5ലാണ് ആ ഗുരു നിൽക്കുന്നത്. ആത്മീയ ചിന്ത കൂടും. അവയിലൊക്കെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ പ്രത്യേകിച്ച് 3ാം ഭാവാധിപനാണ് ഗുരു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രഭാഷണങ്ങളിൽ, അതുപോലെ പ്രസിദ്ധീകരണം നടത്തുന്നവർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ ഈ മീഡിയ പ്രവർത്തകർ, യൂട്യൂബ് വർക്കേഴ്സ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവേ നമുക്ക് ഈ സൗഹൃദങ്ങളിലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ശക്തിപ്പെടുത്തുന്ന സമയമായിരിക്കും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പൊതുവേ നമുക്ക് വർക്കിലൊക്കെ ആക്റ്റീവ് ആകും. 3ാം ഭാവാധിപനാണ് ഗുരു എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിലൊക്കെ ആക്റ്റീവ് ആകും. വിവാഹ ആലോചനകളൊക്കെ വളരെ വേഗത്തിലാകും. പ്രണയ വിവാഹത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പൊതുവെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ്. കൂടുതൽ റിലീജിയസ് ആകുന്ന ഒരു മനോഭാവമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, ആരാധനാലയങ്ങൾ സന്ദർശിക്കൽ, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ നമുക്ക് ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സഹവർത്തിത്വം, അവരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്തമൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ സമയത്തുണ്ടാകും. സന്താന ഗുണമുണ്ടാകുന്ന സമയമാണ്. വിദേശ യാത്രകൾക്കൊക്കെ യോഗമുണ്ട്. പൊതുവെ ഭൗതിക സുഖവും ആത്മീയ സുഖവും സന്തുലിതമായി പോകുന്ന ഒരു സമയമായിട്ട് ഈ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലുള്ള സഞ്ചാരം ഈ മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും, അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് 2ാം ഭാവാധിപനുമാണ്, അതുപോലെ 11ാം ഭാവാധിപനുമാണ്. ആ ഗുരു സുഖസ്ഥാനത്ത് 4ൽ നിൽക്കുന്ന സമയമാണ്. ആഗസ്റ്റ് 19 വരെ ആ 4 നിൽക്കുന്ന ഗുരു ഈ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ ചന്ദ്രൻ എന്ന് പറയുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവാധിപനാണ്. അപ്പോൾ 6ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും ആ ഗുരു ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ കൊടുക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ തൊഴിലിടത്ത്, ഇപ്പോൾ വർക്കിൻ്റെ സ്ഥലമാണ്, സേവനത്തിൻ്റെ സ്ഥലമാണ് ഈ 6 എന്ന് പറയുന്നത്.
അപ്പോൾ തൊഴിലിടത്തൊക്കെ പ്രശ്നങ്ങൾ കുറയും. തൊഴിലിൽ സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് കടസ്ഥാനവും കൂടിയാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ആ കടബാധ്യതയൊക്കെ കുറയുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. സേവന തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയാനുഭവം ഉണ്ടാകും. അതുപോലെ തൊഴിലിലൊക്കെ ഒരു മാറ്റം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ ദൈനംദിന വർക്കൊക്കെ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. പൊതുവെ ധനസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയായിരിക്കും ഈ സമയത്ത്. പ്രത്യേകിച്ച് 6ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ഗുരു സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. പൊതുവെ ധനനേട്ടം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. കാരണം 2ാം ഭാവാധിപനും കൂടിയാണ് ഗുരു എന്ന് പറയുന്നത്. 2ഉം 11ഉം ഭാവാധിപനാണ്. അപ്പോൾ 2ാം അത് 4ലാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ 2ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്കൊരു സുഖം, കുടുംബത്തിൽ സുഖം, ധനപരമായിട്ടുള്ള ഒരു സുഖം. അതുപോലെ 11ാം ഭാവാധിപനും കൂടിയാണ് 4 നിൽക്കുന്നത്. അപ്പോൾ ധനാഗമം കൂട്ടുന്നതിനുള്ള ശ്രമം ഒക്കെ തന്നെ ഈ സമയത്തുണ്ടാകും. വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ പണം വരികയും അതുവഴി ഒരു സാമ്പത്തിക സുഖമൊക്കെ അനുഭവപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയും. പോസിറ്റീവ് തോട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. കുടുംബകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും. ബന്ധുക്കളുടെയൊക്കെ സഹായം ഉണ്ടാകും. നല്ല ഒരു കുടുംബ ജീവിതം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമൂഹ്യ ബന്ധമൊക്കെ ദൃഢമാകും. അതുപോലെ വീട്, വാഹനം ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിരിക്കും. ബിസിനസ് വഴിയൊക്കെ ധനാഗമം കൂടുന്ന സമയമാണ്. പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ നിലനിർത്തും. പൊതുവെ മനസ്സമാധാനമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും അതുപോലെ നമുക്ക് ഈ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും ഒക്കെ നിലനിർത്തി അവ സംരക്ഷിച്ചു പോകുന്നതിനുമൊക്കെയുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഈ ഗുരുചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം എന്ത് ഗുണമഹിമകൾ ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശ്യാധിപൻ ഗുരുവാണ്. ജന്മരാശ്യാധിപനും ഗുരുവാണ്, കർമ്മഭാവാധിപനും ഗുരുവാണ്. അപ്പോൾ ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ഗുരു 3ാം ഭാവരാശിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയമാണ്. ആ 3ാം ഭാവരാശിയിൽ ആഗസ്റ്റ് 19 വരെ ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ ഈ കുറുകാരുടെ 5ാം ഭാവാധിപനാണ്. അപ്പം 5ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെയധികം ഒരു അനുകൂല നിലപാട് ഈ ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലുള്ള സഞ്ചാരം കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. തൊഴിലിലൊക്കെ വളരെ ആക്റ്റീവാകുന്ന സമയമായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആശയങ്ങൾ അവയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ വിജയിക്കുന്ന സമയമാണ്. പ്രഭാഷണം നടത്തുന്നവർ, അതുപോലെ ഈ പബ്ലിഷേഴ്സ്, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അധ്യാപകർ, ഇവർക്കൊക്കെ തന്നെ ഈ ഗുരുവിൻ്റെ ഈ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം വളരെ നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പ്രണയചിന്ത, അതുപോലെ വിവാഹം, ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. അക്കാഡമിക് തലത്തിലൊക്കെ അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും. പൊതുവേ എല്ലാവരുമായിട്ടും നല്ല ഒരു ബന്ധം ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. നല്ല ചിന്തകളുണ്ടാകും, ആത്മീയ ചിന്ത കൂടും, പുത്തൻ ആശയങ്ങൾക്ക് അപ്രസിയേഷൻ ഉണ്ടാകുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകും. നമ്മുടെ കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആകുന്ന സമയം എന്ന് തന്നെ പറയാം. നേതൃഗുണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ തൊഴിൽ തലത്തിലൊക്കെ ഉത്തരവാദിത്വം കൂട്ടുന്നതിന് വഴിതെളിക്കാം. സുഹൃത്തുക്കൾക്കും
അത് സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ മറ്റ് സഹോദരങ്ങളുമായിട്ടുമൊക്കെ നല്ല ബന്ധം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. പ്രധാന വ്യക്തികളെ, സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവർ വഴിയുള്ള സൗഹൃദങ്ങളൊക്കെ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ഗുരു രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.